നാടിന്റെ സ്വൈര്യം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് കറുകവളപ്പിൽ അശോകന് ശിക്ഷ വിധിച്ച് കോടതി. യുവതിയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് ഹോസ്ദുർഗ് കോടതി ശിക്ഷ വിധിച്ചത്. കാഞ്ഞിരപ്പുഴി സ്വദേശി അനിൽകുമാറിന്റെ ഭാര്യ വിജിതയെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് അശോകൻ മാലയും കമ്മലും മോതിരവും മോഷ്ടിച്ചത്. പിന്നീട് ഇയാൾ വീടിനകത്ത് കയറി ഭക്ഷണവും കഴിച്ചു. ഇതിനിടയ്ക്ക് വിജിതയ്ക്ക് ബോധം തിരിച്ചു കിട്ടി. ഇതോടെ ഷൂവിൽ ലേസ് കൊണ്ട് കഴുത്തിൽ കുരുക്കി കൊല്ലാനും ശ്രമിച്ചു. ഈ കേസിലാണ് ഹോസ്ദുർഗ് സബ് കോടതി ജഡ്ജി MC ബിജു 7 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഒരു സ്ത്രീയെ ആക്രമിക്കുകയും അവരെ കഴുത്ത് ഞെരിച്ച് വധിക്കാൻ ശ്രമിക്കും. തുടർന്ന് അവരുടെ സ്വർണം ആഭരണം കവർച്ച ചെയ്തിട്ടാണ് കേസുള്ളത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഒരു ദൃക്സാക്ഷി പോലും ഈ കേസിന് ആസ്പദമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളി എന്താ വെച്ചാൽ മുഴുവൻ സാക്ഷികളെയും ഹോസ്റ്റലിലാവാതെ നോക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഒരു വിറ്റ്നസിനും കൂറുമാറാതെ കോടതി എത്തിക്കാനും കൃത്യമായ തെളിവ് നൽകാനും സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യമാണ്. സംഭവത്തിന് ശേഷം കാടുകയറിയ അശോകനെ മാസങ്ങളോളം നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡ്രോൺ ഉപയോഗിച്ചവരെ തിരച്ചിൽ നടത്തി. ഒടുവിൽ കാഞ്ഞിരപ്പൊയിലിൽ നിന്ന് വിനോദയാത്ര പോയ യുവാക്കളാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ അശോകനെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിച്ചത്. തുടർന്ന് യുവാക്കളുടെ സഹായത്തോടെ അശോകനെ പോലീസ് പിടികൂടി. റിമാൻഡിലായിരുന്ന അശോകന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വിജിതയെ ഭീഷണിപ്പെടുത്തിയതോടെ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. വിവിധ മോഷണ കേസുകളും പോക്സോ കുറ്റവും ഉൾപ്പെടെ നിരവധി കേസുകളാണ് അശോകനെതിരെയുള്ളത്. വിധിക്ക് ശേഷം ഇയാളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.